കാനഡയിൽ പുതുതായി എത്തിയ പലരും ടാക്സ് ഫയൽ ചെയ്യുന്നത് എങ്ങനെയെന്നത് കൃത്യമായി അറിയാത്തവരാകും. അവർക്കായാണ് ഈ വീഡിയോ. ടാക്സ് ഫയൽ ചെയ്യുന്നതിനൊക്കെ മുൻപ് നിങ്ങളുടെ റെസിഡൻസി സ്റ്റാറ്റസ് എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. 183 ദിവസത്തിലകം കാനഡയിൽ താമസിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ റെസിഡന്റ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരും ടാക്സ് ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരുമാണ്. ഇതിനായി ആദ്യം വേണ്ടത് T4 സ്ലിപ്പാണ്. നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ഫെബ്രുവരി അവസാനത്തോടെ ഈ സ്ലിപ്പ് നിങ്ങൾക്ക് കൈപ്പറ്റാം. ഇതിനു പുറമെ നിങ്ങളുടെ ആശുപത്രി ചെലവുകൾ, പഠനത്തിനായി ചെലവഴിച്ച തുക, മറ്റ് സമ്പാദ്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള റെസിപ്റ്റുകൾ കൃത്യമായി കൈവശം വെച്ചാൽ അതിനും ടാക്സ് ഫയൽ ചെയ്യാനാകും. CRA അക്കൗണ്ട് ആണ് ഇതിനായി ആദ്യം വേണ്ടത്. CRAയുടെ നെറ്റ് ഫയൽ സർവീസ് ഉപയോഗിച്ചോ ഫ്രീ ടാക്സ് സോഫ്റ്റ്വെയറുകളായ ടർബോ ടാക്സ്, സിമ്പിൾ ടാക്സ് എന്നിവ വഴിയോ നിങ്ങൾക്ക് ടാക്സ് ഫയൽ ചെയ്യാനാകും. പോസ്റ്റൽ സംവിധാനം വഴിയുള്ള ടാക്സ് ഫയലിംഗും സാധ്യമാണെങ്കിലും ഇതിന് താരതമ്യേന സമയം കൂടുതൽ എടുത്തേക്കാം. ഏപ്രിൽ 30 ടാക്സ് ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി. വൈകിയെത്തുന്ന ഫയലുകൾക്ക് CRA പിഴ ചുമത്താനും സാധ്യതയുണ്ട്. സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ളവർക്ക് ടാക്സ് ഫയൽ ചെയ്യേണ്ട അവസാന തീയതി ജൂൺ 15. ടാക്സ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ CRAയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നോട്ടീസ് ഓഫ് അസസ്മെന്റ് ലഭിക്കും. നിങ്ങൾക്ക് എത്ര രൂപ റീഫണ്ടായി ലഭിക്കും, നിങ്ങൾ ടാക്സ് ഇനത്തിൽ എന്തെങ്കിലും തുക അടയ്ക്കാൻ ബാക്കിയുണ്ടോ എന്നതൊക്കെ സംബന്ധിച്ച് ഒരു ധാരണ നൽകുന്നതാണ് ഈ നോട്ടീസ്. ബാങ്ക് ഡീറ്റെയിൽസ് കൃത്യമായി കൊടുത്തിട്ടുള്ളവർക്ക് റീഫണ്ട് അക്കൗണ്ടിലേക്ക് വരികയും അല്ലാത്തവർക്ക് ചെക്ക് പോസ്റ്റലായി ലഭിക്കുകയും ചെയ്യും. ടാക്സ് ഫയലിംഗിനെ പറ്റി സംശയമുള്ളവർ ടാക്സ് പ്രൊഫഷണലുകളുടെ സഹായം തേടുകയാണ് ഉചിതം.